ഹായ് ഹലോ നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ലൈറ്റിങ്ങിലാണ്. മാനത്തെ കൊട്ടാര ലൊക്കേഷനിൽ തന്നെയാണ് എന്നോടൊപ്പം ഉള്ളത്. എനിക്ക് ഭയങ്കര അഭിമാനമുള്ള നിമിഷമാണിത്. കാര്യം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന സീരിയൽ സിനിമയിലുള്ള ഒരു സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ഈ ഒരു അമ്മയുടെ പേര് അല്ലെങ്കിൽ ഈ ഒരു ചേച്ചിയുടെ പേര് നമ്മുടെ വായിൽ വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അധികം നീട്ടുന്നില്ല. ഉഷേച്ചിയാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ. ഈ പ്രതികാരം കൂടിയോണ്ടായിരിക്കും ചേച്ചി ഒതുക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് പല സമയങ്ങളിലും. ആണോ? സത്യം വിളിച്ചു പറയുന്നവരെപ്പോഴും പുറത്താണല്ലോ, കളത്തിന് പുറത്തെന്ന് പറയും. അതെ. മിണ്ടാതിരുന്നിട്ട് നമ്മളെ എല്ലാം തലയാട്ടിയിരുന്നാൽ അപ്രിയ സത്യങ്ങൾ എപ്പോ വിളിച്ചു പറഞ്ഞോ അവരെല്ലാം ബൗണ്ടറിക്ക് പുറത്താണ്. ഈ സത്യങ്ങൾ പറയുന്നത് എന്താണ്? ആർക്കാണ് പ്രശ്നം കൂടുതലിരുന്നത്? സത്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്. ഒരു സിസ്റ്റം നേരെ പോകുമ്പോൾ ആ സിസ്റ്റത്തെ ആരാണോ തകർക്കാൻ നോക്കുന്നത്, ആ തകർക്കാൻ നോക്കുന്നവരുണ്ടല്ലോ, നമ്മൾ സത്യം വിളിച്ചു പറയുമ്പോൾ അവരുടെ കണ്ണിലെ കരടായി മാറും. അപ്പൊ ആദ്യം അവർ ചെയ്യുന്നത് സത്യത്തെ വളച്ചൊടിക്കുന്നതിന് മുൻപേ ആരാണോ പ്രതികരിക്കുന്നത് അവരുടെ തലവെട്ടുക എന്നുള്ളതാണ്. നിശബ്ദമാക്കുക, അവരെ പരിഹസിക്കുക, അവരെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇതല്ലേ അവൾ. ഞാൻ അഗ്നിനിലാവ് എന്ന് പറഞ്ഞൊരു സിനിമ എൻ ശങ്കരൻ നായർ സാർ, അതായത് മദനോത്സവം ഡയറക്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പടത്തിലെ 3 നായികമാരിൽ ഒരാളാണ് ഞാൻ. അതിൻ്റെ അകത്ത് ഫസ്റ്റ് സീനിൽ തന്നെ ഒരു സ്ത്രീ ഓടുകയാണ്, അതായത് ഞാൻ. അവളെ പിന്നാലെ 3 മുഖം മൂടികൾ ഓടുകയാണ്. അത് വൈറലായ ഒരു വീഡിയോ ആയിരിക്കും തോന്നുന്നു. അതിൻ്റെ അകത്ത് ഒരു സിനിമയ്ക്കകത്ത്, അതായത് ഇന്നസെന്റ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലുള്ള ഒരു സീനാണ് ആ വരുന്നത്. ഞങ്ങള് അതിൻ്റെ അകത്ത് സിനിമ അതില് എന്നെ ഓടിച്ചിടുന്നു. അപ്പൊ ഞാൻ അയ്യോ എന്നെ റേപ്പ് ചെയ്യില്ലേ അത് ഇത് എന്നൊക്കെ പറയുന്നു. അപ്പം മാമുക്കോയ, ജഗതിച്ചേട്ടൻ, ജഗദീഷ് ആനന്ദ്, 3 പേര് അവർ പറയാണ് അയ്യോ നമ്മള് റേപ്പ് ചെയ്യാൻ വന്നതല്ല, നിങ്ങൾ ഇട്ട മനസ്സിലായോ? ഇതാണ് അവളെന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ച ജനങ്ങളാണ്. ഒരു 10 ലക്ഷം പേര് എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അതാണ് പരസ്യം, ബ്രായുടെ പരസ്യം. പക്ഷെ അത് പരസ്യം എടുത്തതാരാണ്? കൂടെ അഭിനയിച്ചവരാരാണ്? അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു മാനക്കേട് എനിക്കെന്തിനാണ്? അവരെല്ലാം പൈസ മേടിച്ചിട്ട് പോയവരല്ലേ. അത് സിനിമയ്ക്കകത്തെ സിനിമയാണെന്ന് ഓർക്കണം. സിനിമയ്ക്കകത്ത് എൻ ശങ്കരൻ നായർ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഇന്നച്ചൻ ഡയറക്റ്റ് ചെയ്യുന്ന ഞങ്ങൾ ആർട്ടിസ്റ്റുകളുടെ ഒരു സെപ്പറേറ്റ് കോമഡി സിനിമയാണത്. ആൻഡ് ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ആനിമേഷൻ സിനിമ, ഏറ്റവും നല്ലൊരു സിനിമ. അഗ്നിനിലാവ്, സായികുമാർ, രഞ്ജിനി, റിസബാവ, ഞാന്, കുയിലി, ഡിസ്കു ശാന്തി, പ്രഗത്ഭരായ സകലരും അഭിനയിച്ച പടം. അതിൽ എൻ്റെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അയ്യോ അവളാണ് ഇവൾ എന്ന് പറയുന്നത്. എന്താ അത്രയ്ക്ക് അതപ്പതിച്ചു പോയൊരു സ്ത്രീയോ ഞാൻ? ആ കാലഘട്ടത്തിൽ ഞാൻ അഭിനയിച്ച പോലത്തെ പടത്തിൽ അഭിനയിക്കാത്ത സ്ത്രീകൾ ആരാണുള്ളത്? സകലരും. ഇന്ന് ഇവിടെ തിളങ്ങി നിൽക്കുന്ന സകല നടികളും ഞാൻ അഭിനയിച്ചേക്കാൾ കൂടുതൽ അഭിനയിച്ചവരാ. അവർക്കൊന്നും ഇല്ലാത്ത 2 കൊമ്പ് എനിക്ക് മാത്രം. എന്താ അവിടെയാണ് ചിന്തിക്കേണ്ടത്? ഒതുക്കപ്പെടൽ. ചേച്ചി, ആ ഒതുക്കപ്പെടൽ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞു, മെൻഷൻ ചെയ്തു, ഇന്ന് അവളാണ് ഇവളെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പഴയകാല സിനിമകൾ എടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സെക്സി ആയിട്ട് അഭിനയിക്കേണ്ട സീൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ആക്ട്രസ് അല്ലെങ്കിൽ അന്ന് അഭിനയമാണ്. ഇന്നത്തെ സ്ത്രീകൾ എന്താ കാണിക്കുന്നത്? ഇവിടെ ബിരിയാണി സിനിമ ആഘോഷിച്ചവരല്ലേ? ആണോ അല്ലേ? അവർ ഇന്ന് പോയിട്ട് റെഡ് കാർപ്പറ്റിൽ പിന്നെ അവാർഡുകൾ വാങ്ങിച്ചിട്ട് വരുമ്പോ ഇട്ട ഡ്രസ്സിനേക്കാൾ കൂടുതൽ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആണോ? ഇന്നത്തെ സിനിമയിലെ സ്ത്രീകൾ, സിനിമയെന്നല്ല പബ്ലിക്കിലുള്ള പെൺകുട്ടികൾ, പണ്ട് നങ്ങേലി മുല ഛേദിച്ചത് എന്തിനാണ്? മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നവർ ഇന്ന് എവിടെയാണ് അവരുടെ ബ്ലൗസ്? അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത്? സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്? അപ്പൊ എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്? അന്ന് നമ്മളുടെ സിനിമ അങ്ങനെയായിരുന്നു. 87-ലാണ് ഞാൻ സിനിമ തുടങ്ങുന്നത്. ഈ 87 ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലത് കട്ട് ഷോട്ടായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോഴും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇപ്പോഴും ചേച്ചിയുടെ ആ ഈ പറഞ്ഞ കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പടവും വലിച്ചോണ്ട് വരും. ഇതാണ് അവൾ. ഇനിയിപ്പോ ഇവർ അത് പറഞ്ഞത് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാൻ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിയെ പോലെ അഭിനയിച്ച എത്രയോ പേരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തത് എന്താണ് എനിക്കുള്ളത്? ഒരു 100 എൻ്റെ ഈ ഇതിൻ്റെ അകത്ത് സകല ഇന്നത്തെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന സകലരുടേത് എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടറിയാം?
ഞാൻ മരിക്കുന്നത് അത് മുഴുവനും ഞാൻ റിലീസ് ചെയ്യും. വീഡിയോസ് ആണോ? എല്ലാം ഉണ്ട്. കാരണം ഇവര് തന്നെയാണ് എന്നെ വിരൽ ചൂണ്ടുന്നവര്. അല്ലേ ചേച്ചി, എങ്ങനെയുള്ള വീഡിയോസ് ആണോ ഉള്ളത്? ഏടോ, അവരെല്ലാം ഈ കൂട്ടത്തിൽ അഭിനയിച്ചു വന്നവരാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. വേണ്ട വേണ്ട. ഇവിടുത്തെ സകല ആൾക്കാരും അതുപോലെ അഭിനയിച്ചു വന്ന ആൾക്കാരാണ് ഇന്നത്തെ സ്റ്റാർസ്. ഇപ്പൊ വന്നിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ, അവരെല്ലാം സാധാരണ സിനിമ, ആ സിനിമ അപ്പൊ 87-ലുള്ള സിനിമയും 97-ലുള്ള സിനിമയും രണ്ടും രണ്ടാണ്. അപ്പൊ 87-ൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന എൻ്റെ കൂടെ അഭിനയിച്ച സത്താറ്, പിന്നെ സുധീർ, ഷാനവാസ്, പ്രതാപചന്ദ്രൻ, പഴയകാലത്തെ അയ്യപ്പനായിട്ട് അഭിനയിച്ച എന്താണ് ആ കൊച്ചിൻ, അങ്ങനെ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റുകളും, വിൻസെന്റ് മാഷ് പോലും അഭിനയിച്ചിട്ടുണ്ട് കൂടെ. അവർക്കൊന്നും ഇല്ലാത്തത് എന്താണ്? എനിക്ക് മാത്രം. കൂടെ അഭിനയിക്കുന്ന ആളുകൾക്ക് ഇതിനൊന്നും ബാധകമല്ലേ? എല്ലാവർക്കും ബാധകമല്ലേ? അത് സിനിമയിലെ ഭാഗമല്ലേ? അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത ഒരു നെഗറ്റീവ് ടി ഉഷ എന്ന് പറയുന്ന സ്ത്രീക്ക് മാത്രം എന്താണ്? അല്ല, ഇതിനകത്ത് ചേച്ചി ഞാൻ കണ്ടതല്ല, പക്ഷേ നമ്മൾ ഈ ചില ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റാറ്റസ് ഇട്ട അവർക്ക് ചേച്ചിയുടെ ഫോട്ടോയും സ്റ്റാറ്റസ് ഇട്ടിട്ട്, അപ്പോൾ ഞാൻ ഇട്ടപ്പോൾ ഒരുത്തൻ എന്നോട് കമൻറ്റ് ഇട്ടത്, ഒന്നല്ല 3-4 പേര് കമൻറ്റ് ഇട്ടു, എടാ ഇത് പണ്ടത്തെ ബോൾഡ് അഭിനയിക്കുന്ന ആ ചേച്ചിയല്ലേ, എനിക്കൊരു ഡൗട്ട്. ഞാൻ ചേച്ചിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ ആണ് ഇട്ടത്. ഞാൻ പറഞ്ഞു, നീ ഏത് ബോൾഡാണ് ഉദ്ദേശിച്ചത്? അതായത് ഇവർ പറയുന്ന ഹാഫ് നേക്കിളാണ് അവർ പറയുന്നത്, ഫുൾ നേക്കിളല്ല ചേച്ചി പറയുന്നത്, ഹാഫ് നേക്കിളാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അത് അഭിനയമാണ്, അതിനകത്ത് എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചത്. അതല്ലടാ, ചോദിച്ചതാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഈ ചേച്ചിയുടെ ഫോട്ടോ വരുമ്പോഴും വീഡിയോ വരുമ്പോഴും അടിയിൽ കമൻസ് വരാറുണ്ട്. അത് എപ്പോഴെങ്കിലും ചേച്ചി വേദനിപ്പിച്ചിട്ടുണ്ടോ? എന്തിനാ വേദനിക്കുന്നത്? ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ച, എൻ്റെ കയ്യിലൂടെ അന്തിച്ചോപ്പിൽ അഭിനയിച്ചിരിക്കുന്ന അന്തിച്ചോപ്പ് പടം ആരാ ചെയ്തതെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ ഉണരൂ, അതേപോലെ പ്രഗത്ഭരായിട്ടുള്ള സകല സിനിമാക്കാരും അഭിനയിച്ചതിൽ കൂടുതലൊന്നും ഞാനും അഭിനയിച്ചിട്ടില്ല. ഞാൻ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? ഞാൻ ഇന്ന് സമൂഹത്തിൽ ഞാൻ പബ്ലിക്കിൽ നടന്ന് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിച്ചിട്ട് പച്ചക്കറി വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ പോകുന്നൊരു സ്ത്രീയാണ്. എന്നെ ആരും വിരലി ചൂണ്ടിയിട്ട് നിങ്ങൾ ആ പടത്തിൽ അഭിനയിച്ചില്ല ഇപ്പൊ ഇന്ന് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. മനസ്സിലാകണ്ടോ? ഏത് സിനിമാ നടികൾ പോവും? കുറവാണ്. എന്തുകൊണ്ട് പോകുന്നില്ല? തോണ്ടലും പിച്ചലും കിട്ടും. പക്ഷെ ഞാൻ പോകുന്നിടത്ത് എന്നെ ആരും തോണ്ടാൻ വരാറില്ല, എന്നെ ആരും ഇൻസൾട്ട് ചെയ്തിട്ടില്ല. പബ്ലിക്കിൽ കരുതി കൂട്ടി നമ്മുടെ മീഡിയാസിലിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അത് ടാർഗറ്റ് ചെയ്ത് ഇരിക്കുന്നവരാണ്. അതായത് ഒരു പിന്നെ ഞാൻ വെറുതെ പറയാം, ഒരു മമ്മൂക്കന്റെ പടം വന്നു, അതിനെ കൂവി തീർക്കാൻ ഒരു ഗ്യാങ് ഉണ്ടാവും. മോഹൻലാലിന്റെ പടം വന്നു, ലാലേട്ടന്റെ പടം റിലീസായാൽ കൂവി തീർക്കാൻ വേറെ ആളുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ദിലീപിന്റെ പടം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവർക്ക് ടാർഗറ്റ് ഉണ്ട്, ഇത്ര കൂകണം, ഇത്ര തെറി പറയണം, ഇത്ര ഇൻസൾട്ട് ചെയ്യണം. ആ ടാർഗറ്റിന് ഇരിക്കുന്നവരെ അത് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ചേച്ചി ഏത് രീതിയിലാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ? എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല കാര്യത്തിലൂടെ പലതും പ്രതികരിച്ച സമയത്ത് എന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. സിനിമയിൽ നിന്നും അവളെ വാനിഷ് ചെയ്യണം എന്നായിരുന്നു അവരുടെ അജണ്ട. കുറേ സിനിമകൾ എന്നെ മാറ്റി, എൻ്റെ മകനെ മാറ്റി. പക്ഷെ ഞങ്ങളൊക്കെ കൂലിപ്പണിയെടുത്ത് തിന്നാൻ കൈക്ക് ചങ്കുറപ്പുള്ള ആൾക്കാർ.